ആറന്മുള ക്ഷേത്രത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വള്ളസദ്യ നടത്തുന്നതിനെതിരെ പ്രതിഷേധവുമായി പള്ളിയോട സേവാ സംഘം. ദേവസ്വം ബോർഡ് വള്ളസദ്യ നടത്തിയാൽ പാരമ്പര്യം തെറ്റുമെന്നാണ് പള്ളിയോട സേവാ സംഘത്തിന്റെ വാദം. 250 രൂപ നിരക്കിൽ വള്ളസദ്യ നടത്തി ബോർഡ് വള്ളസദ്യയെ വാണിജ്യവൽക്കരിക്കുന്നുവെന്നും സംഘം ആരോപിക്കുന്നു. അതേസമയം വള്ളസദ്യയെ ജനകീയവൽക്കരിക്കുകയാണ് ബോർഡ് ചെയ്തതെന്ന് പ്രസിഡന്റ് PS പ്രശാന്ത് പറഞ്ഞു. വിവരങ്ങളുമായി ശ്രീരാജ് ബാബു നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീരാജ്, ഇതിലൊരു ധാരണ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് PS പ്രശാന്ത് ഉൾപ്പെടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഒരു വാദം എന്ന് പറയുന്നത്. പക്ഷേ അങ്ങനെ ഒരു ധാരണയും ഇല്ല എന്നുള്ളതാണ് പള്ളിയോട സേവാ സംഘത്തിന്റെ പ്രതിവാദം. എങ്ങനെയാണ് പ്രതിഷേധം? തീർച്ചയായും പിന്നിൽ ഈ തീരുമാനവുമായി മുന്നോട്ട് പോയാൽ കടുത്ത പ്രതിഷേധവുമായി രംഗത്ത് വരാനാണ്, അല്ലെങ്കിൽ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാനാണ് നിലവിൽ പള്ളിയോട സേവാ സംഘത്തിന്റെ തീരുമാനം. രാവിലെയും ക്ഷേത്രത്തിന് മുന്നിലടക്കം ഇവർ പ്രതിഷേധിച്ചിരുന്നു. ഈ പള്ളിയോട സേവാ സംഘം പറയുന്നത് ദേവസ്വം ബോർഡ് വള്ളസദ്യ ഇത്തരത്തിൽ പണം വാങ്ങി നടത്തുന്നത് വള്ളസദ്യയെ വാണിജ്യവൽക്കരിക്കുകയും അതുപോലെ തന്നെ ഇത്തരത്തിൽ ആചാര ലംഘനമാണ് എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. പള്ളിയോട സേവാ സംഘം പറയുന്നത് 250 രൂപ നിരക്കിലായിരുന്നു ഒരു ഞായറാഴ്ച ഇത്തരത്തിൽ ദേവസ്വം ബോർഡ് വള്ളസദ്യ നടത്താൻ തീരുമാനിച്ചിരുന്നത്. എന്നാൽ ഇതിനെതിരെയാണ് ഇപ്പോൾ കടുത്ത പ്രതിഷേധവുമായി പള്ളിയോട സേവാ സംഘം രംഗത്തെത്തിയത്. പാരമ്പര്യം തെറ്റുമെന്നും ഈ പണം വാങ്ങി വള്ളസദ്യ നടത്തരുത് എന്നുമാണ് പള്ളിയോട സേവാ സംഘം പറയുന്നത്. എന്നാൽ ഇതേ പള്ളിയോട സേവാ സംഘം തന്നെ 300 രൂപ നിരക്കിൽ പെയ്ഡ് വള്ളസദ്യ നടത്താറുമുണ്ട് KSRTCയുമായി ചേർന്ന്. ഇനി അടുത്ത വർഷം മുതൽ അങ്ങനെയുള്ള പെയ്ഡ് വള്ളസദ്യയും നടത്തില്ല എന്നൊരു തീരുമാനത്തിലേക്ക് നിലവിൽ പള്ളിയോട സേവാ സംഘം എത്തിയിട്ടുണ്ട്. എന്നാൽ ഇതിനെതിരെ ദേവസ്വം ബോർഡും പ്രതികരിച്ചിട്ടുണ്ട് ഈ വിഷയത്തിൽ. അതായത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആറന്മുള വള്ളസദ്യയെ വാണിജ്യവൽക്കരിക്കുകയല്ല, മറിച്ച് ജനകീയവൽക്കരിക്കുകയാണ് ചെയ്തതെന്ന് വാർത്താക്കുറിപ്പിൽ ദേവസ്വം ബോർഡ് അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവരോടെല്ലാം മുൻപേ ചർച്ച ചെയ്ത വിഷയങ്ങളാണ് ഇതെന്നും 10-ാം തീയതി 6-ാം മാസം 10-ാം തീയതി ചേർന്ന യോഗത്തിൽ ക്ഷേത്ര ഭാരവാഹികളെ അടക്കം അറിയിച്ചാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിൽ എത്തിയതെന്ന് നേരത്തെ തന്നെ ദേവസ്വം ബോർഡ് അറിയിച്ചിരുന്നു. ബിനിൽ ഓക്കെ, ശരി, വ്യക്തമാണ്. ശ്രീരാജ് ബാബുവാണ് വിവരങ്ങൾ നൽകിയത്.